കുറച്ച് ദിവസങ്ങളായി അലവി തക്കാഫി കൊളത്തൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള മുസ്ലിയാരാണ്. എന്ത് കളവും യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ് സമർത്ഥിക്കാനുള്ള അപാരമായ കഴിവാണ് ആ മുസ്ലിയാർക്ക്. അയാൾ പറയുന്ന ഒരു കളവ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നു, ചില സമസ്തക്കാരത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. എന്താണ് അയാൾ പറയുന്നത് അറിയോ? സ്വഹാബത്ത് മൗലിദ് ആഘോഷിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പച്ചക്കൊടി കാണിച്ചു, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഇയാൾ പറയാണ് ഖാല റസൂലുള്ളാഹി എന്ന് ഉറക്കെയാണ് പറയുകയും ചെയ്യാം. എന്നിട്ട് അണികൾ തക്ബീർ ചൊല്ലുക. അപ്പോൾ നബിദിനം ആഘോഷിക്കാൻ തെളിവായി ഹദീസുണ്ട്, സഹാബത്ത് അത് ചെയ്തു എന്ന നിലക്കുള്ള പ്രചാരണമാണ്, പച്ച നുണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞത്. നുണയാണോ അല്ലേ എന്നുള്ളത് ഇനി എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ അലവി സഖാഫി പറഞ്ഞ ആ സംഭവം, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് എത്തി നോക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഏതാണെങ്കിലും അലവി സഖാഫി പറയട്ടെ, നമുക്ക് കേൾക്കാം. സഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഓതിയിട്ടില്ല, നിങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞു. ഞാനിതാ പറയുന്നു, ഓതിയിട്ടുണ്ട്. കേട്ടോളൂ, ബഹുമാനപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കണം. നിങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ബൈത്തി ആബിറുൽ അൻസാരി. ഇത് കനപ്പെട്ട ഒരു തെളിവാണ് പറയുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ. ആബിറുൽ അൻസാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. റസൂൽ പോയപ്പോൾ ഞാനും പോയി. ആരാ പറയുന്നത്? അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ ചെയ്യുന്നത് എന്നറിയോ? ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ടവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ, നമ്മൾ പറയും മൗലിദ് എന്ന് പറയും. വഖാഇയ വിലാദത്തിഹി എന്ന വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതന്നെ നമ്മളെ മൗലിദിലുള്ളത്. ആ സദസ്സിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സദസ്സിലേക്ക് അങ്ങെത്തിയപ്പോൾ ആമിറുൽ അൻസാരി തന്റെ മൗലിദ് പരിപാടി നിർത്തുന്നില്ല. മഹാനവറുകൾ അവിടെ കൂടിയ ആളുകളെ വിളിച്ചു പറയുന്നു, ഹാദാ അൽയൗം, ഹാദാ അൽയൗം. മക്കളെ, റസൂല് പ്രസവിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ദിവസം ഇന്നാണ് മക്കളെ, ഇന്നാണ്. റസൂല് ജനിച്ച ആ ദിവസത്തിൽ തന്നെ അവിടെ വെച്ച് സ്വഹാബത്ത് മൗലിദ് ഓതുന്നു. ഹാദാ അൽയൗം, ഹാദാ അൽയൗം. ഇന്നാണത്, ഈ ദിവസത്തിലാണ് ആ സംഭവം നടന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ജന്മദിനത്തിൽ മൗലിദ് ഓതുന്നു. ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, നരകത്തേക്കാണ്, മിണ്ടിപ്പോകരുത് എന്നാണോ? അല്ലേ, അല്ല. ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാ. ആമിറേ, നിനക്ക് അല്ലാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു. വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്. മലക്കുകൾ മുഴുക്കയും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. മാത്രമല്ല, ഭാവിയിൽ മൗലിദ് ഓതുന്ന നമ്മളെ പോലോത്ത ആളുകൾക്ക് പ്രചോദനമായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക. അതുകൊണ്ട് ആമിറേ, നീ ഓതിയതുപോലെ ചെയ്തതുപോലെ ആര് ചെയ്താലും നജാ നജാതക, നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി. കേട്ടില്ലേ? ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്തായി? മൗലിദ് ആഘോഷിക്കാൻ തെളിവായി എന്ന് മാത്രമല്ല, മൗലിദ് ആഘോഷിച്ചവർക്ക് വിജയം കിട്ടും, അത് നല്ല മാർഗമാണ് എന്നൊക്കെയാണ് ഈ മുസ്ലിയാർ പറഞ്ഞത്. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം, കാരണം എന്താ? നബിദിനാഘോഷിക്കാൻ തെളിവായില്ലേ? അള്ളാന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? സ്വഹാബത്ത് ചെയ്തില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇനി എല്ലാവർക്കും റാലി നടത്താം, അതേപോലെ തന്നെ ഡാൻസ് നടത്താം, പള്ളികളും വീടുകളും ഒക്കെ അലങ്കരിക്കാം. അങ്ങനെ ഈ ജഗപൊകയെല്ലാം കാട്ടിക്കൂട്ടി അവസാനം കലാശക്കൊട്ട് കൂട്ടത്തല്ലും തല്ലി ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അങ്ങനെയാണല്ലോ ഈ വർഷം നമ്മൾ കണ്ടത്, അല്ലേ? എന്താ അടി നബിദിനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുകയാണ് ഈ സമസ്ത വിഭാഗങ്ങൾ. അള്ളാഹുവിന്റെ ദീനിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുകയാണ് ഈ സമസ്ത വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബിദിനത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ്. പുന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സർവ്വ ആശയങ്ങളെയും അതിന്റെ കടക്കൽ കത്തിവെച്ച് ഇപ്രാവശ്യം നബിദിനാഘോഷത്തിന്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടിയ നെറുകേടുകൾ. ആരാണിത്? ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും ഇനി നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ കൈവിട്ടു പോകുന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ, ഈ അലവി സഖാഫി അടക്കമുള്ള ഇതിന് പച്ചക്കൊടി കാണിക്കുന്ന മുസ്ലിയാക്കന്മാർ തീർച്ചയായും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും.
ഈ പ്രാവശ്യത്തെ നബിദിനത്തിന്റെ വൃത്തികെട്ട പല ക്ലിപ്പുകളും കണ്ടപ്പോൾ വേദന തോന്നി. അലവി സഖാഫി പറഞ്ഞതെന്താണ്? നബിദിനാഘോഷം സ്വഹാബത്ത് ആഘോഷിച്ചു ഇല്ലേ, നബി അതിന് പച്ചക്കൊടി കാണിച്ചു, മാത്രമല്ല നീ ചെയ്ത പ്രവർത്തനം ചെയ്താൽ വിജയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടുന്നാ അത് കിട്ടിയത്? ആരാത് പറഞ്ഞത്? ഇത് ഏത് ഹദീസാ? അത് അലവി സഖാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണിത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്? ഇദ്ദേഹം എവിടെ നിന്നാണ് ഇത് വായിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഏതാണെങ്കിലും അതും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് പോകാം. അബുൽ ഖത്താബ് ഇബ്നു ദഹിയ തന്റെ കിതാബ് അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു, ഈ സംഭവം ഉദ്ധരിക്കുന്നു. അപ്പൊ നബിദിനാഘോഷത്തിന്റെ തെളിവ് കേട്ടില്ലേ? എവിടെ? ബുഖാരി മുസ്ലിം ഒന്നല്ല. ആരാ പറഞ്ഞത്? ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന വ്യക്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് അലവി സഖാഫി പറഞ്ഞത്. ആരാണ് സുഹൃത്തുക്കളെ ഈ ഇബ്നു ദഹിയ എന്ന് പറയുന്ന വ്യക്തി? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിജറ 7-ാം നൂറ്റാണ്ടിൽ മുളഫർ രാജാവിന് മൗലിദിന്റെ ഏടുകൾ നിർമ്മിച്ചു കൊടുത്ത് അതിന് 1000 ദീനാർ പോക്കറ്റ് മണി വാങ്ങിച്ചയാളാണ് ഈ ഇബ്നു ദഹിയ എന്ന് പറയുന്നയാള്. അതല്ലെങ്കിൽ അബുൽ ഖത്താബ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ചങ്ങാതിയാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് അലവി സഖാഫി എന്ത് ചെയ്തത്? ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച് തന്റെ മുമ്പിലിരിക്കുന്ന സമസ്തക്കാരായ അണികളെ പറ്റിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചത്. കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അലവി സഖാഫി പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് സാധുക്കൾ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശോധിക്കാം, ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അദ്ദേഹം സത്യസന്ധനാണോ? നമുക്ക് പരിശോധിക്കണമല്ലോ. അത് സലഫികൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഈ കാണുന്നത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം ലിസാനുൽ മീസാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതാരുടെ ഗ്രന്ഥമാണെന്നറിയുമോ? അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയെ ഒരിക്കലും തന്നെ സമസ്തക്കാർക്ക് തള്ളാൻ കഴിയില്ലല്ലോ. നിങ്ങളും ഞങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ആ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാനിൽ ഇബ്നു ദഹിയയെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം. അതിന്റെ 80-ാമത്തെ പേജിൽ നിന്ന് ഞാൻ ആദ്യം വായിക്കാം. മുത്തഹമുൻ ഫീ നഖ്ലിഹി. ഈ ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ, അലവി സഖാഫി കൊണ്ടുവന്ന ഇയാള് ഉദ്ധരിക്കുന്ന ഇയാളുടെ ഉദ്ധരണികൾ മുഴുവനും തെറ്റിദ്ധാരണാജനകമാണ്. ജനങ്ങൾ സംശയത്തോടുകൂടെയാണ് ഇയാളുടെ ഉദ്ധരണികളെ കാണാറുള്ളത്. മഅന്നഹു കാന മിൻ ഔഇയത്തുൽ ഇൽം. അദ്ദേഹം അറിവുള്ള ആളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഉദ്ധരണികളിലൊക്കെ സംശയാസ്പദമായിരുന്നു, ഉദ്ധരണികൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതായിരുന്നു എന്ന നിലയ്ക്ക് ജനങ്ങൾ ഒരു നോട്ടപ്പുള്ളിയാക്കി വച്ചിരുന്ന ആളാണ് ഈ ഇബ്നു ദഹിയ. അയാൾ അത്ര പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജന്മദിനം അല്ലെങ്കിൽ മൗലിദ് ആഘോഷിച്ചു എന്ന്. ഇനിയും കേൾക്കാം നമുക്ക്. അദ്ദേഹം ആരായിരുന്നു? ദഖല ഫീമാ ലാ യഅനീഹി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്നയാളായിരുന്നു. ആര്? ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഈ വ്യക്തി. അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇയാൾ തലയിട്ടത് അതിന് എക്സാമ്പിളും പറയുന്നുണ്ട് ഇബ്നു ഹജർ. ഏതായിരുന്നു? ഇയാളുടെ സ്വന്തം പരമ്പര പോലും പറയുന്ന വിഷയത്തിൽ പച്ചക്കള്ളം പറയുന്നയാളായിരുന്നു അലവി സഖാഫി നിങ്ങൾ കൊണ്ടുവന്ന ഇബ്നു ദഹിയ. എങ്ങനെ അദ്ദേഹം കളവ് പറഞ്ഞിരുന്നത്? സ്വന്തം പരമ്പര. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ചില മുസ്ലിയാക്കന്മാർ പരമ്പര ഉണ്ടാക്കിയിട്ട് കളവ് പറയാലോ. ഇതേപോലെ പരമ്പര എഴുതി, കള്ള പരമ്പര എഴുതി ഉണ്ടാക്കുന്ന പണിയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ സഹാബിയാണ് ദിഹിയത്തുൽ കലബി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയിലേക്കാണ് എന്റെ പരമ്പര ചെന്ന് വീഴുന്നത്. എന്റെ ഉപ്പ ഇന്നാളാണ്, ഉപ്പാപ്പ ഇന്നാളാണ്, അങ്ങനെ സ്വഹാബിയിലേക്ക് ചെന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വിഷയത്തിൽ നസബിന്റെ, അതായത് പരമ്പരയുടെ വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞിരുന്നയാളായിരുന്നു ഇയാള്. ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഫഹാദാ നസബുൻ ബാത്തുലുൻ ലിവുജൂഹിൻ. പല കാരണങ്ങൾ കൊണ്ട് ഇയാൾ പറയുന്ന ഈ നസബ് അത് കള്ളമാണ്, പച്ചക്കള്ളമാണ് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അഹദുഹാ, അതിലൊരു കാരണം അദ്ദേഹം പറയാണ്, അന്ന ദിഹിയത ലം യുഅഖിബ്. അതായത് മഹാനായ സ്വഹാബി ദിഹിയത്തുൽ കലബി എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിക്ക് ഒരിക്കലും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല, മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ മക്കളില്ലാത്ത സ്വഹാബിയിലേക്കാണ് ഇയാൾ ചേർത്തി പറയുന്നത് ഇയാളുടെ പരമ്പര. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ സ്വന്തം പരമ്പരയുടെ വിഷയത്തിൽ പോലും പച്ചക്കളവ് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ട് പറയാണ്, ജനങ്ങളെ കബളിപ്പിക്കാണ്, ഇതാ മൗലിദ് സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അലവി സഖാഫി, ഇത് വേണോ? ഇത് ഞങ്ങളോട് വേണോ? എന്തിനാണ് നിങ്ങൾ ഇതിനിറങ്ങിയിരിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല. ലിസാനുൽ മീസാനിന്റെ 6-ാം വാല്യത്തിലെ തുടർന്നുള്ള പേജുകൾ നോക്കിക്കോ. 81-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഖാലൽ ഹാഫിദുദ്ദിയ, അതായത് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു ലിയാ ഉൽ മഖ്ദിസി എന്ന് പറയുന്ന.
ആ മഹാനായ പണ്ഡിതൻ ഈ ഇബ്നു ദഹിയയെ സംബന്ധിച്ച് പറയാണ്, ലം യുഅ്ജിബുനി ഹാലുഹു, അയാളുടെ കാര്യത്തിൽ എനിക്കൊരു താല്പര്യവുമില്ല. കാന കസീറൽ വഖീഅത്തി ഫിൽ അഇമ്മ, ഇമാമിങ്ങളുടെ കാര്യത്തിൽ ചീത്ത പറഞ്ഞു നടക്കുന്നയാളായിരുന്നു. ആര്? ഇബ്നു ദഹിയ. നല്ല ആളാ. ഈ മുളഫർ രാജാവിന് മൗലിദ് ഉണ്ടാക്കി കൊടുത്ത ആളെ കോലാണ് കണ്ടത്. പോക്കറ്റ് മണി വാങ്ങിയ ആളെ കോലാണ് നിങ്ങൾ ഈ കാണുന്നത്. പൊളിയും, നിങ്ങളുടെ അടിത്തറ പൊളിയും. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാൻ, സുമ്മ അഖ്ബറനി ഇബ്രാഹിം ഹൗരി, ഇബ്രാഹിം ഹൗരി എന്നോട് പറഞ്ഞു, അന്ന മശായിഖൽ ഗർബി കതബു ലഹു ജർഹഹു വതളഈഫഹു, അതായത് ഈ ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഈ പണ്ഡിതനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അദ്ദേഹം ദുർബലനാണെന്നും ആക്ഷേപാർഹനാണെന്നും വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ എഴുതി വെച്ചത് മാത്രമല്ല, ലിയാ ഉൽ മഖ്ദിസി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, ഖാല ഫറഅയ്തു അന മിൻഹു ഗൈറ ശൈഇൻ മിമ്മാ യദുല്ലു അലാ ദാലിക്, ഇതൊന്നും അല്ലാതെ തന്നെ എനിക്ക് നേരിട്ട് തന്നെ ഇയാളുടെ വിഷയത്തിൽ അനുഭവമുണ്ട്. ഇയാൾ കൊള്ളില്ലെന്ന്, ഇയാൾ ദുർബലനാണെന്ന്, ഇയാൾ ആക്ഷേപാർഹനാണെന്ന്, അതേപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന്, ഇയാൾ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്നയാളാണെന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അൽ ഹാഫിദ് ലിയാ ഉൽ മഖ്ദിസി പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എത്ര വേണം? അടുത്ത പേജ് നോക്കിക്കോ, 84-ാമത്തെ പേജ്. വഖാല ഇബ്നു നജ്ജാർ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി വളരെ പ്രസിദ്ധനായ ചരിത്രകാരൻ ഇബ്നു നജ്ജാറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, റഅയ്തുന്നാസ മുജ്മഈന അലാ കദ്ബിഹി വദുഅഫിഹി. ഇബ്നു നജ്ജാർ പറയാണ്, സർവ്വജനങ്ങളും ഈ ഇബ്നു ദഹിയ എന്ന് പറയുന്നയാള് കള്ളനാണെന്നും ദുർബലനാണെന്നും കളവ് പറയുന്നയാളാണെന്നും, എന്റെ അഭിപ്രായമല്ല, മുജ്മഈന റഅയ്തുന്നാസ മുജ്മഈന അലാ കദ്ബിഹി, സർവ്വ മനുഷ്യരും അദ്ദേഹം കളവ് പറയുന്നയാളാണെന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർക്ക് ഏകോപനുണ്ട്, ആളുകൾക്ക് ഏകോപനുണ്ട്. കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്നയാളാണ് ഇദ്ദേഹം. വലിഖാ അമല്ലം യൽഖഹു, കാണാത്തവരെ കണ്ടു എന്ന് പറയുന്നയാളാണ് ഇദ്ദേഹം. വകാനത്ത് അമാറാത്തു ദാലിക അലൈഹിലായിഹ, അതിന്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൽ കാണാമായിരുന്നു എന്ന് മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ ഇബ്നു നജ്ജാറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇത് കളവാണെന്നോ ഇത് വിശ്വാസയോഗ്യമല്ലെന്നോ ഇതിനെ എതിർക്കേണ്ടതാണെന്നോ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ടില്ല. അപ്പോ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് അത്രേ പറഞ്ഞത്. എന്ത്? അള്ളാന്റെ റസൂലിന്റെ പേരിൽ അത് കൊണ്ടുവന്നാണ് ജനങ്ങളുടെ മേൽ പറയുന്നത്. മാത്രമല്ല അതിൽ വേറെയും ധാരാളമുണ്ട്. ലിസാനുൽ മീസാൻ ഇനിയും വായിക്കുകയാണെങ്കിൽ ഞാൻ ദീർഘിച്ചു പോകും വിചാരിച്ചിട്ട് വായിക്കുന്നില്ല. ഇനി ഒരുപാട് വായിക്കാനുണ്ടതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസ് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള സനദ് പറയാം. നമ്മുടെ കാന്തപുരം മുടിക്ക് സനദ് പറഞ്ഞതുപോലെ സനദ് ഉണ്ടാക്കുന്ന ആളായിരുന്നു ഇബ്നു ദഹിയ. അയാൾ പറഞ്ഞു എന്നാണ്, അയാൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞാണ് ഈ അലവി സഖാഫി ജനങ്ങളുടെ മുമ്പിൽ അയാളെ കിതാബ് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. സ്വഹാബത്ത് മൗലിദ് ആഘോഷിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്താൽ വിജയിക്കുമെന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി. ഉളുപ്പുണ്ടോ മുസ്ലിയാരെ? ഇജാതി കളവ് പറഞ്ഞിട്ടാണോ ജനങ്ങളെ വഞ്ചിക്കുന്നത്? നിങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നതൊക്കെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ അലവി സഖാഫി പറഞ്ഞ ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെയാണ് ഇവർ തെളിവുണ്ടാക്കുന്നത്, പച്ചക്കളവ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് അലവി സഖാഫിയോട് എനിക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത സംഗതി ഏതെങ്കിലും കള്ളന്മാർ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ വഴിതെറ്റിച്ച് സത്യമാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽക്കേണ്ടി വരും. യാതൊരു സംശയവും അതിലില്ല. എന്നാൽ ഈ ഇബ്നു ദഹിയ കളവ് പറയുന്നതിന്റെ കൂട്ടത്തിൽ ചില സത്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊട്ട് ഇവർ അംഗീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ വീണ്ടും ജീവിപ്പിച്ചു, അവർ മുസ്ലിമായി മരിച്ചു എന്ന് പറയുന്ന സംഭവം അത് മൗദൂ ആണ്, ദുർബലമാണ്. അല്ല, ദുർബലം എന്നല്ല, അത് കച്ചകെട്ടിയതാണ്, പച്ചക്കളവാണ് എന്ന് ഇബ്നു ദഹിയ പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്ക് അംഗീകരിക്കാനൊട്ട് കഴിയില്ല. ഇതാണ് ഇവരുടെ സ്ഥിതി. അതുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിതമാണ് ഈ വിഷയത്തിലുള്ള ഇവരുടെ അഭിപ്രായം എന്ന് മാത്രമല്ല അലവി സഖാഫി പറഞ്ഞത് പച്ച നുണയാണ്. ഇനിയും ഈ ഇബ്നു ദഹിയ ആരാണ് എന്ന് എനിക്ക് ധാരാളം കിതാബുകളിൽ നിന്ന് വായിക്കാൻ കഴിയും. പക്ഷേ ഇവർ അംഗീകരിക്കുന്ന ഒരൊറ്റ കിതാബ് മാത്രമേ ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളൂ. ദീർഘമായി ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ വന്നാൽ നമുക്ക് വേറെയും ധാരാളം കിതാബുകൾ ഇവർ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ തന്നെ പറഞ്ഞത് വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ നമുക്ക് വായിക്കാം. സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.